ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് എന്തൊക്കെയായിരിക്കും? പൂക്കളം, ഓണസദ്യ, വള്ളംകളി, സദ്യ, പ്രത്യേകിച്ച് മാവേലി. മാവേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും നമുക്ക് ഓണാഘോഷത്തെ പറ്റി സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. മഹാബലിയെ നമ്മൾ കാണുന്ന ഒരു സ്റ്റൈൽ ഉണ്ട്. ഇതിൽ മഹാബലി ധരിച്ചു കിടക്കുന്ന ചില ഓർണമെന്റ്സുകളും ഉണ്ട്. അപ്പൊ മഹാബലി ധരിച്ചിരിക്കുന്ന ഓർണമെന്റ്സിനെ കുറിച്ചും അതുപോലെ ഈ സ്വർണ്ണത്തിനും ഓണത്തിനും എന്താണ് ബന്ധം, അതുപോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് മഹാബലിയുടെ ജീവിതകഥ. അതുപോലെ സ്വർണ്ണത്തിന് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കൊടുക്കുന്നതെന്നും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിശദമായിട്ടുള്ള വീഡിയോ ആണ്. വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഹലോ ഒരുപാട് ശ്രീജിത്ത് ജ്വല്ലറി ഡിസൈൻ. എന്താണ് റിയലി ഓണം? കേരളീയ പാരമ്പര്യത്തിൽ ഇത് മഹാബലി രാജാവിന്റെ ഓർമ്മയും സമൃദ്ധിയുമായും വിളവെടുപ്പ് കാലവുമായും കുടുംബാംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. പൂക്കളം, സദ്യ, വടംവലി, വള്ളംകളി ഇതെല്ലാം ഒത്തുകൂടിയിട്ടുള്ള ഒരു ആഘോഷമാണ് ഓണാഘോഷം. പക്ഷേ ഓണത്തിന് നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഹൃദയത്തിൽ നിൽക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അസുര രാജാവായ മഹാബലിയെ വിഷ്ണുവിന്റെ അവതാരമായ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ കഥ. പക്ഷെ ഇതിന് ചുറ്റിപ്പറ്റിയിട്ട് പലതരത്തിലുള്ള സ്റ്റോറീസ് ഉണ്ട്. പക്ഷെ കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മഹാബലിയുടെയും വാമനന്റെയും പുരാണങ്ങളിൽ പറയുന്നൊരു കഥ. ഈ പറയുന്ന സ്റ്റോറി ചരിത്രരേഖയല്ല, ഭാഗവത പുരാണവും ഉൾപ്പെടെയുള്ള വൈഷ്ണവ പുരാണ പരമ്പരകളിലും പറയപ്പെടുന്ന മഹാബലി വാമന ഐതിഹ്യമാണ്. മഹാബലി പ്രഹ്ലാദന്റെ കൊച്ചുമകനും വിരോചിതന്റെ മകനായ ശക്തനായ അസുര രാജാവായ പുരാണങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം വലിയ ദാനശീലനും യജ്ഞങ്ങൾ ചെയ്യുന്ന രാജാവുമായിരുന്നു എന്നാണ് കഥകളിൽ പറയപ്പെടുന്നത്. ഒരു അസുര രാജാവായിരുന്നു കൂടിയും പ്രജകൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തിരുന്ന മഹാബലിയെ ദേവന്മാര് പോലും കണ്ട് അസൂയപ്പെട്ടിരുന്നു. എന്നാൽ മഹാബലി തന്റെ പ്രജകളോട് നീതിയോടെ പെരുമാറുന്ന രാജാവായും ദാനശീലനായും ചിത്രീകരിക്കപ്പെട്ടിരുന്നു. അങ്ങനെ അസുര രാജാവായിരുന്ന മഹാബലിയുടെ ചരിത്രം അങ്ങ് ദേവലോകം വരെ എത്തി. ഇത് കേട്ട് മഹാവിഷ്ണു ഒരു ബ്രാഹ്മണ ബാലന്റെ വേഷം ധരിച്ചെത്തിയതാണ് വാമനൻ. അങ്ങനെ മഹാബലി ഒരു വലിയ യാഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. യാഗത്തിലേക്ക് എത്തിയ വാമനൻ വളരെ ചെറിയ രൂപത്തിലുള്ള സന്യാസി ബാലനെ പോലെ തോന്നി. വാമനൻ മഹാബലിയോട് ചോദിച്ചത് വലിയ സമ്പത്തൊന്നുമല്ല. അങ്ങനെ 3 അടി മണ്ണ് ദാനം ചെയ്യാനെത്തിയ മഹാബലിയുടെ ശുക്രാചാര്യർ ഇതിനൊരു ചതി മണത്തു. വാമനൻ ഒരു സാധാരണ ബാലനല്ല, വിഷ്ണുവാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ മഹാബലി ഇതൊന്നും കേട്ട് പിന്തിരിഞ്ഞില്ല. ഒരു ദാനം നൽകിയ ശേഷം അത് പിൻവലിക്കില്ല എന്ന നിലപാടോടെ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ വാമനൻ വളരാൻ തുടങ്ങി. ഒരു ചൂട് ഭൂമിയെയും രണ്ടാമത്തെ ചൂടിൽ ആകാശത്തെയും അളന്നു എന്നാണ് പുരാണ കഥകളിൽ പറയുന്നത്. ഇനി 3ാമത്തെ ചൂടിന്റെ സ്ഥലം എവിടെയെന്ന് വാമനൻ ചോദിച്ചപ്പോൾ അപ്പോൾ മഹാബലി തന്റെ തല മുന്നോട്ട് വെച്ച് നീട്ടി 3ാമത്തെ ചൂടിനായി തന്റെ തലയിൽ വയ്ക്കുക എന്ന് അദ്ദേഹം സമർപ്പിച്ചു. അങ്ങനെ വാമനന്റെ 3ാമത്തെ ചൂട് മഹാബലിയുടെ തലയിൽ വെച്ചതോടെ മഹാബലി പാതാളത്തിലേക്ക് പോയി എന്നാണ് കഥ. പക്ഷെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. മഹാബലിയുടെ ദാനശീലത്തിലും വാക്ക് പാലിച്ച മനസ്സിലും വിഷ്ണു പ്രസന്നനായി. ഇതാണ് വിഷ്ണു പുരാണങ്ങളിലൊക്കെ പറയുന്നൊരു കഥ. ബട്ട് ഇതിന്റെ പല ടൈപ്പ് ഓഫ് വേരിയൻസ് ഓഫ് സ്റ്റോറീസ് ഇപ്പോഴും കേരളത്തിലുണ്ട്. ഓണം ഒരിക്കലും ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ പേരിലുള്ള ഒരു ആഘോഷം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. നമുക്കറിയാം കേരളത്തിൽ പല കൾച്ചറിലായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പല ആളുകൾക്കും പല ടൈപ്പ് ഓഫ് കൾച്ചറിലാണ് ഓണാഘോഷങ്ങൾ കാണാറുള്ളത്. പക്ഷെ ഇതിലെല്ലാം കോമൺ ആയിട്ടൊരു കാര്യം, അത്തം മുതൽ 10 ദിവസം ഓണത്തിന് എല്ലാ ദിവസവും എല്ലാവരുടെ വീട്ടിലും പൂക്കളിടുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡിൽ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഓണാഘോഷം സംബന്ധിച്ചുണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ മാവേലിയുടെ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ജ്വല്ലറി ഓർണമെന്റ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇവിടെ ഒരു പ്രധാന ക്ലാരിഫിക്കേഷൻ ഉണ്ട്. മാവേലി ധരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഒറിജിനൽ വാരിയർ ജ്വല്ലറി സെറ്റ് ഉണ്ടായിരുന്നു എന്നതിനൊരു വിശ്വസനീയമായിട്ടുള്ള ഒരു തെളിവോ രേഖകളോ ഇല്ല. മാവേലി പ്രധാനമായും പുരാണ ഐതിഹ്യ രാജാവുകളിൽ ഒന്നായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ചിത്രങ്ങളിലും ഓണം ഡെക്കറേഷനുകളിലും സ്റ്റേജ് ഡിപ്പിക്ഷനിലും കാണുന്ന കിരീടം, കാതാഭരണങ്ങൾ, കഴുത്താണികൾ, കൈവളകൾ, അരഞ്ഞാണം തുടങ്ങിയവയൊന്നും മാവേലി ഇൻസ്പയർഡ് റോയൽ ജ്വല്ലറി എന്ന പേരിൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കൂ. അതായത് മാവേലി ഉപയോഗിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാവേലിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു, മാവേലി രാജാവായിരുന്ന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ജ്വല്ലറി ആഭരണങ്ങളെ കുറിച്ചും രേഖകളൊന്നും എവിടെയില്ല. പക്ഷെ പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല ടൈപ്പ് ഓഫ് ഓർണമെന്റ്സുകളെല്ലാം വേറെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കാണുന്ന മോഡേൺ തരത്തിലുള്ള മാവേലികളെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ മഹാബലി ഉപയോഗിച്ചിരുന്ന ജ്വല്ലറി ആഭരണങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഇനി നമുക്ക് കേരളത്തിൽ ഓണത്തിനും ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ജ്വല്ലറി ആഭരണങ്ങളെ കുറിച്ച് സംസാരിക്കാം. ആദ്യത്തേത് കാശുമാല, ചെറിയ സ്വർണ്ണ കോയിനുകൾ ഒന്നിനൊന്ന് ചേർന്ന മാല. ഇനി പാലക്കാമാല, പച്ച നിറത്തിലുള്ള പാലക്കല്ലുകൾ ലീഫ് ഷേപ്ഡ് ഗോൾഡ് സെറ്റിങ്ങിൽ ചേരുന്ന ക്ലാസിക് കേരള സ്റ്റൈല് കസവ് സാരിയോടൊപ്പം ഐക്കോണിക് ലുക്ക് തരുന്ന ഒരു ജ്വല്ലറി ആഭരണമാണ് പാലക്കാമാല. ഇനി മുല്ലമുട്ടുമാല, മുല്ലപ്പൂമുട്ടുകളെ ഓർമ്മിപ്പിക്കുന്ന ഗോൾഡൻ യൂണിറ്റും ഡിലൈറ്റ് ആയിട്ട് കാണുന്ന ഒരു ഐക്കോണിക് ഡിസൈനാണത്. ഇനി മാങ്ങാമാല, മാങ്ങയുടെ മോട്ടീഫിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് പണ്ട് കാലങ്ങളിൽ നിർമ്മിച്ചിരുന്ന ഒരു ട്രഡീഷണൽ ജ്വല്ലറി ആഭരണമാണ് മാങ്ങാമാല. ഇതിന്റെ ഒരു വെറൈറ്റീസ് ഓഫ് വേരിയേഷൻസ് നമുക്ക് പല ജ്വല്ലറി ആഭരണങ്ങളിൽ ഇപ്പൊ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി നാഗപടമാല, പാമ്പിന്റെ പത്തിയെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണത്. അടുത്തത് പൂത്താലി, പൂക്കളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കേരള ഓർണമെന്റ് ഡിസൈനുകളിൽ
ഇതിനൊപ്പം ജിമിക്കി, വളകള്, വങ്കി, മൂക്കുത്തി, താലിമാല തുടങ്ങിയ ഓർണമെന്റ്സുകളും കേരളീയ ജ്വല്ലറി ആഭരണ മേഖലകളിലും ട്രഡീഷണൽ ആയിട്ട് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി പണ്ട് കാലങ്ങളിലെ മഹാബലി ഉപയോഗിച്ചിരുന്ന ഓർണമെന്റ്സുകളെ കുറിച്ചും ഇത് ഇൻസ്പയർ ആയിട്ട് ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ രാജാക്കന്മാരുടെ ഓർണമെന്റ്സിനെ കുറിച്ചിട്ടുള്ള ലിസ്റ്റ് നമുക്ക് പരിശോധിക്കാം. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിരീടമാണ്. ഒരു രാജാവിന്റെ തലയിൽ വരുന്ന ക്രൗൺ അദ്ദേഹത്തിന്റെ കിങ്ഡത്തിനെയും അധികാരത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. മഹാബലി ഒരു അസുര രാജാവായതുകൊണ്ട് തന്നെ ബാക്കി രാജാക്കന്മാരെയൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക തരം ഐക്കോണിക് ഡിസൈൻ ആയിരുന്നു രാജാവിന്റെ മകുടം. അടുത്തതായിട്ട് കുണ്ടലങ്ങളെ പറ്റിയിട്ടാണ്. ഈ കുണ്ടലങ്ങളുടെ മീനിങ് എന്ന് വെച്ചാൽ ഇയറിങ്സ് എന്നാണ്. പുരാതന ഇന്ത്യയിലെ രാജാക്കന്മാരുടെ റെപ്രസെന്റേഷനുകളിൽ വലിയ സർക്കിളുകൾ അല്ലെങ്കിൽ എലാബറേറ്റ് ചെയ്തിട്ടുള്ള കുണ്ടലാസ്, അതായത് ഇയറിങ്സ് ഒക്കെ നമുക്ക് കാണാറുണ്ട്. ലാർജ് സർക്കിളുകളിൽ ജെം സ്റ്റോൺ ഉപയോഗിച്ച്, അതുപോലെ തന്നെ സ്റ്റഡുകളൊക്കെ വലിയ ജെം സ്റ്റോണുകൾ ഉപയോഗിച്ചുള്ള സ്റ്റഡുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നിഷ്ക മാലകൾ. നിഷ്ക എന്നത് പുരാതന ഭാരതത്തിലെ ഗോൾഡ് ഓർണമെന്റ് കോയിൻ ലൈക്ക് ഗോൾഡ് പീസ് ആണ്. അടുത്തതായിട്ട് ഹാരം. ഇപ്പൊ ഏത് ലോങ് ടൈപ്പ് ഓഫ് നെക്ലസുകളെയും ഹാരം എന്നാണ് പറയാറുള്ളത്. അടുത്തതായിട്ട് മുക്തഹാര. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പേൾ ജ്വല്ലറി ആഭരണങ്ങളെയാണ്. അതായത് ലോങ് ആയിട്ടുള്ള മുത്തുമാലകൾ കണ്ടിട്ടില്ലേ, ഇതിനെ പറയുന്ന പേരാണ് മുക്തഹാര ജ്വല്ലറി ഓർണമെന്റ്സ് എന്നുള്ളത്. ഇനി രക്തഹാര. ജെം സ്റ്റോണുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഗോൾഡ് കൊണ്ട് ലോങ് ആയിട്ട് നിർമ്മിക്കുന്ന ഒരു നെക്ലസുകളാണ് ഈ മുക്തഹാരകൾ. ഇനി കെയൂര അപ്പർ ആമുകളിൽ ഉപയോഗിക്കുന്ന ഒരു ജ്വല്ലറി ആഭരണമാണ്. ഇനി അടുത്തതായിട്ട് അൻകട. കൈയുടെ മുകൾ ഭാഗത്തോ ആം ഏരിയയിലോ വരുന്ന ഓർണമെന്റൽ ബാൻഡ്. മഹാബലി ഒരു രാജാവ് മാത്രമല്ല ശക്തനായ യോദ്ധാവായും പുരാണങ്ങളിൽ അവതരിപ്പിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളയം അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ്. രാജകീയ സമ്പത്തും സ്റ്റാറ്റസും കൈമുട്ടിൽ ധരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണിത്. അൻഗുലിയാക ഇയറിങ്ങിനെ പറയുന്ന ഒരു പേരാണിത്. ഖണ്ഡാഭരണങ്ങൾ, അതായത് ചോക്കർ നെക്ലസുകളെ ആണിത് പറയുന്നത്. കഴുത്തിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് ധരിക്കുന്ന ഓർണമെന്റുകളാണ് ഖണ്ഡാഭരണങ്ങൾ എന്ന് പറയുന്നത്. ഉദാരബന്ധ ശരീരത്തിന്റെ അപ്പർ വേസ്റ്റ് ഭാഗത്ത് വരുന്ന ഒരു ഓർണമെന്റ് ആണിത്. ഈ മേഖല അരയിലെ ഭാഗത്ത് ധരിക്കുന്ന ഒരു ബെൽറ്റ് പോലുള്ള ഒരു ഓർണമെന്റ് ആണിത്. ഇതിന് ഉദ്യാനത്തിനുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്, പക്ഷേ ഉദ്യാനം വേറെയും ഓർണമെന്റ് വേറെയുമാണ്. മേഖലയിൽ നിന്ന് താഴെ വരുന്ന ചെയിനാണത്. ഇനി അവസാനത്തെയായിട്ട് പാദസരം അല്ലെങ്കിൽ ആംഗ്ലെറ്റ്. ഇത് കാണുമ്പോൾ പല ആളുകൾക്കും ഒരു സംശയം തോന്നായിരിക്കാം. കാരണം ഇന്ന് കാണുന്ന പല ലേഡീസ് ഓർണമെന്റ്സും പണ്ട് കാലങ്ങളിൽ പല രാജാക്കന്മാരും പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരുന്നു. അവര് കാതിൽ കാത് കുത്തിയിരുന്നു, കാലിൽ പാദസരം ഇട്ടിരുന്നു, കയ്യിൽ വളകൾ ഇട്ടിരുന്നു, കഴുത്തിൽ വലിയ തരത്തിലുള്ള ഓർണമെന്റ്സുകളും മാലകളും ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ടത്തെ രാജാക്കന്മാരുടെ പല ഫോട്ടോസും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ ഒരുപാട് ഓർണമെന്റ്സുകൾ ധരിച്ചിരുന്നു. ഇത് അവരുടെ റോയാലിറ്റിയെ സിമ്പിളായിട്ടാണ്. ഇപ്പൊ മഹാബലിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഓർണമെന്റ്സിനെ പറ്റിയിട്ടും, അതായത് മഹാബലിയുടെ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഓണവും ഗോൾഡും തമ്മിൽ എന്താണ് ബന്ധം? സ്വർണം നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വല്ല വിശേഷ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ സ്വർണം വാങ്ങാറുണ്ട്. അതുമല്ല, പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ടിപ്പിക്കലായിട്ട് ഇപ്പോൾ ഓണത്തിന് വേണ്ടി മാത്രമായിട്ട് സ്വർണം എന്നൊരു കൺസെപ്റ്റ് ഇതിനിടയിലില്ല. ഒട്ടുമിക്ക കേരള ട്രഡീഷണൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസിനെല്ലാം നമ്മൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മഹാബലിയെ പറ്റിയിട്ടുള്ള സ്റ്റോറിയും, അതുപോലെ തന്നെ മഹാബലി ഇട്ടിരിക്കുന്ന ഓർണമെന്റ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റോറിയും, അതുപോലെ കേരളവും നമ്മുടെ ഗോൾഡും ഓണവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സ്റ്റോറിയും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മഹാബലിയെ പറ്റി പറഞ്ഞ സ്റ്റോറിയിൽ പലതരത്തിലുള്ള കഥകളുണ്ട്. നിങ്ങൾ ഈ കഥ കേട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി കൂടെ കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ ഈ ഓണത്തിന് നിങ്ങൾ ഏത് ട്രഡീഷണൽ ജ്വല്ലറി ആഭരണമാണ് ഇടുന്നതെന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയുന്നതനുസരിച്ചിട്ട് ഗോൾഡിനെ പറ്റിയും ജ്വല്ലറി ആഭരണങ്ങളെ പറ്റിയും ഗോൾഡ് ജ്വല്ലറി മേഖലയിലുള്ള ജ്വല്ലറി സ്ഥാപനങ്ങളെ പറ്റിയും ഒക്കെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓണം ആഘോഷിക്കാൻ പോകുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.